അല്ല, അത് ചർച്ച എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, വളരെ വിശാലമായ പാർട്ടിയാണ്. അതിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ശേഷിയും അതിനുള്ള സംവിധാനങ്ങളൊക്കെ അതിലുണ്ട്. അതിലിപ്പോൾ ഞാൻ അഭിപ്രായം പറയണ്ടല്ലോ. അത് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ പറയേണ്ടത് അതുമായി ബന്ധപ്പെട്ടവരാ. ഞാനെങ്ങനെ അതിന് അഭിപ്രായം പറയാം? അല്ല, ഒരു കാര്യങ്ങൾ സമ്മതിച്ചല്ലോ. കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടാവും നിങ്ങൾ സമ്മതിച്ചല്ലോ. ആ മുഖ്യമന്ത്രി ആവാന് ഒരു 3, 4, 5 ആളുകൾ കപ്പാസിറ്റിയില്ല കോൺഗ്രസിൽ ലീഡർഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ ആര് മുഖ്യമന്ത്രിയാവുന്ന ചർച്ച. മറ്റൊടുത്ത് എന്താ അങ്ങനെ ഒരു ചർച്ചയുണ്ടോ? ജനങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ പറ്റുമോ? പാർട്ടിക്കാർക്ക് പറയാൻ പറ്റുമോ? പോളിറ്റ് ബ്യൂറോക്ക് പറയാൻ പറ്റുമോ? സെക്രട്ടേറിയറ്റിന് പറയാൻ പറ്റുമോ? ഞാൻ തന്നെ മുഖ്യമന്ത്രി, ഞാൻ ഇരിക്കല്ലേ. 3500 കോടി റുപ്യയാണ് പോസ്റ്റർ വെച്ചത്. ഞാനല്ലാതെ മറ്റാരുണ്ട് കേരളത്തിലൊട്ടാകെ? അതല്ല അപ്പുറത്തെ സ്ഥിതി. ഹോർഡിങ്ങൾ കണ്ടാൽ എപ്പോഴും എടുത്തു മാറ്റിയിട്ടില്ലല്ലോ. 500 ചില്ലാനും കോടി രൂപ നമ്മൾ നികുതി കൊടുത്ത പണം ഞാനല്ലാതെ ഇവിടെ ആരാ ഉള്ളതെന്ന് ചോദിക്കാൻ. അങ്ങനെ ഒരു ധിക്കാരിയുടെ മുഖം ഈ കേരളം മുഴുവൻ ജനം കണ്ടതാ. ആ ധിക്കാരത്തിന് വോട്ട് വേറെ ഉണ്ടാവും ഇവിടെ. കോൺഗ്രസ് അതല്ല. അതിന് ശേഷിയുള്ളവരെ കുറിച്ച് അപ്പുറം ഇപ്പുറം ആളുകൾ സംസാരിക്കുന്നു. അതൊരു ജനാധിപത്യ പാർട്ടിയാണ്. അതിനൊരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാവും. എന്നാലും കോൺഗ്രസ് മുഖ്യമന്ത്രിയാകും എന്നുള്ളിടത്ത് നിങ്ങൾ എല്ലാവരും എത്തിയല്ലോ.